അവതരണത്തിലൂടെയും അഭിനയത്തിലൂടെയും പ്രേക്ഷക മനസ്സ് കീഴടക്കിയ താരമാണ് പേളിമാണി. ബിഗ് ബോസ് റിയാലിറ്റി ഷോയ്ക്കിടയിലാണ് മിനിസ്ക്രീൻ താരമായ ശ്രീനി ശരവന്തുമായി താരം പ്രണയത്തിലാവുന്നത്. പിന്നാലെ ഇരുവരും വിവാഹിതരായി. നില എന്ന മൂത്ത മകൾക്ക് പിന്നാലെ രണ്ടാമത്തെ കൺമണി വന്ന സന്തോഷത്തിലാണ് പേളിമാണിയും കുടുംബവും. മൂത്ത മകളായ നില ബേബി ജനിച്ചത് മുതൽ സകല വിശേഷങ്ങളും പേളിയും ശ്രീനിഷും പങ്കിട്ടിരുന്നു. എന്നാൽ രണ്ടാമത്തെ കുഞ്ഞിന്റെ കാര്യത്തിൽ അവർ വളരെ കുറച്ചു കാര്യങ്ങൾ മാത്രമേ പങ്കുവയ്ക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കുഞ്ഞിന്റെ മുഖം കാണാത്തതെന്തേ, പേരെന്താണ് തുടങ്ങിയ ചോദ്യങ്ങൾ ഉയർത്തുന്നവർ കൂടുതലാണ്. ഇളയ മകളെ ശ്രീനിഷ് അരവിന്ദ് കയ്യിലെടുത്ത ചില ദൃശ്യങ്ങൾ മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. നിലയെ പോലെയല്ല അവളുടെ കുഞ്ഞനീതി എന്ന് പേളിമാണി പറഞ്ഞിരുന്നു. പേളിയും ഇളയ കുഞ്ഞിന്റെ ജനനശേഷം അങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നു പോകുന്നില്ല. എന്നാൽ പലരും വിസ്മരിക്കുന്ന ഒരു കാര്യമുണ്ട്. അമ്മയുടെ ആരോഗ്യം. നിലയുടെ കാര്യത്തിൽ പ്രസവത്തിനായി പോയ വീഡിയോ ഉൾപ്പെടെ പോസ്റ്റ് ചെയ്ത പേളി ഇപ്പോൾ അധികമായി ഒരു വിവരവും പോസ്റ്റ് ചെയ്യുന്നില്ല. പല അമ്മമാരും പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന സാഹചര്യം നേരിടാറുണ്ട്. അതുപോലെ തന്നെ മറ്റു പല അവസ്ഥകളിലൂടെയും അവർ കടന്നു പോകേണ്ടതായുണ്ട്. അതിലൊന്നിനെ പറ്റിയാണ് പേളി തമാശ മട്ടിൽ പറഞ്ഞത്. പ്രസവം കഴിഞ്ഞ് ശരീരം നന്നാവനെന്ന് പറഞ്ഞ് വീട്ടുകാർ ഉണ്ടാക്കി കൊടുക്കുന്ന ലേഹ്യവും മരുന്നുകളുമൊക്കെ കഴിക്കുന്ന ഞാൻ എന്ന ക്യാപ്ഷൻ കൊടുത്ത ഒരു വീഡിയോ ആണ് പേളി പോസ്റ്റ് ചെയ്തത്. ഹരികൃഷ്ണ സിനിമയിൽ മോഹൻലാലിന് നായിക ഉണ്ടാക്കിക്കൊടുത്ത ഭക്ഷണം വളരെ പ്രയാസപ്പെട്ട് കഴിക്കുന്ന രംഗമാണ് ഈ വീഡിയോ. പ്രസവം കഴിഞ്ഞാൽ കുഞ്ഞു മാത്രമല്ല അമ്മയും അർഹിക്കുന്ന പരിഗണനയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ പോസ്റ്റ്. ഗർഭകാലത്ത് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങിക്കൊടുക്കാൻ മത്സരിക്കുന്നവർ പ്രസവശേഷം അമ്മയെ പരിചരിക്കാൻ മറക്കുന്ന സാഹചര്യത്തിൽ ഈ ഓർമ്മപ്പെടുത്തൽ പ്രാധാന്യം അർഹിക്കുന്നു. പ്രസവം കഴിഞ്ഞാൽ കുഞ്ഞു മാത്രമല്ല അമ്മയും അർഹിക്കുന്ന പരിഗണനയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ പോസ്റ്റ്. ഒരു കുഞ്ഞുകൂടി വേണമെന്ന് ആഗ്രഹിച്ചാണ് താൻ രണ്ടാമതും അമ്മയായത് എന്ന് പേളി പറഞ്ഞിരുന്നു. നില ബേബിയും അനുജിത്തി വന്നേൽ പിന്നെ തന്നാലാവും വിധം പിന്തുണ നൽകുന്ന കാര്യം പേളിമാണി മറ്റൊരു പോസ്റ്റിൽ പറഞ്ഞിരുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക.